നമസ്കാരം. സാക്ഷി ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഒരു തത്സമയ സംപ്രേഷണത്തിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും ഹാർദമായി സ്വാഗതം. കണ്ണങ്കോട് അംഗൻവാടി കെട്ടിടത്തിൻ്റെ മതിൽ ഇടിഞ്ഞ് ഒരു സ്വകാര്യ വ്യക്തിയുടെ വീടിൻ്റെ സൈഡിലേക്ക് കിടക്കുന്ന ഒരു ദൃശ്യമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ അന്വേഷിച്ചപ്പോൾ പറയുന്നത് അശാസ്ത്രീയമായ ഈ ടൈൽ പാകിയത് കൊണ്ടാണ് മതിൽ ഇടിയേണ്ടി വന്നു എന്നുള്ളതാണ് പറയുന്നത്. നിരവധി കൊച്ചുകുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടി കെട്ടിടം കൂടി ആണ് ഇത്. ഈ പ്രദേശത്തെ നിരവധി കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടിഞ്ഞതിൻ്റെ മറുവശവും കൂടി പ്രേക്ഷകരിൽ എത്തിക്കുന്നതാണ്. ഇത് പഞ്ചായത്ത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് ഈ തത്സമയം ഈ സംരക്ഷണം സാക്ഷി ടി വി ചെയ്യുന്നത്. വാർഡ് മെമ്പർ ശ്രീമതി മഞ്ജു മറിയപ്പള്ളി സംഭവ സ്ഥലത്തുണ്ട്. നമുക്ക് അവരോടും ഈ വിശേഷങ്ങൾ ചോദിച്ചറിയാം. രാവിലെ ആരറിയിച്ച് ഇതൊക്കെ അറിയും, ഇത് മാധ്യമല്ലേ. അതിനകത്ത് അവിടെ നിന്ന് ചെന്ന് നിൽക്കരുത്, എല്ലാം കൂടി താഴെ കിടക്കും. ഇടട്ടെ. ഇതേ രൂപത്തിൽ വളരെ ഗുരുതരാവസ്ഥയിലാണ് ഈ മതിൽ ഇടിയുകയുണ്ടായത്. ഇത് ഒരു സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൻ സൈഡിലേക്കാണ് ഈ പാറക്കഷ്ണങ്ങൾ വീണ് വളരെ അപകടം ഒന്നും അതിരുന്നത് ഒരു ഭാഗ്യം എന്ന് വേണം കരുതാൻ. ഇന്നലത്തെ രാത്രിയിലെ മഴയിൽ ആണ് ഈ മതിൽ ഇങ്ങനെ പൂർണ്ണമായി ഇത് തകർന്നു വീഴുന്നത്. ഇത് തൊട്ടു മുകളിലായിട്ടാണ്, ഈ ഉയരത്തിലാണ് അംഗൻവാടി കെട്ടിടവും സ്ഥിതി ചെയ്യുന്നത്. അവർക്ക് കൊച്ചു കുട്ടികളാണ് ഇവിടെ പഠിക്കാനായിട്ട് എത്തുന്നത്. അല്ലെങ്കിൽ അവരെ രാവിലെ ഇവിടെ കൊണ്ട് രക്ഷാകർത്താക്കൾ കൊണ്ട് ഉണ്ടാക്കിയിട്ട് പോകുന്നത്. ഒരുപക്ഷെ ആ പകൽ സമയമായിരുന്നെങ്കിൽ ഈ മുറ്റത്ത് നിന്ന് കളിക്കുന്ന കുട്ടികൾ ഒരുപക്ഷെ അറിയാതെ അവർ ആ മുറ്റത്ത് നിന്ന് കളിക്കുക ആയിരുന്നു എങ്കിൽ ഇതിൻ്റെ സ്ഥിതി മറ്റൊരു അവസ്ഥയിലേക്ക് മാറും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ ബഹുമാനപ്പെട്ട ഇതിൻ്റെ അധികാരികൾ ഇതിൽ അടിയന്തരമായി ഇടപെടുകയും ഇത് പൂർണ്ണമായി നല്ല പ്രത്യേക അശാസ്ത്രീയമായിട്ടാണ് ഈ മതിൽ കെട്ടിയതും ടൈലിട്ടതും എന്നാണ് ഇവിടുത്തെ പ്രദേശവാസികൾ ഇപ്പോൾ ഞങ്ങളോട് പറയുകയുണ്ടായത്. ചടയമംഗലം പഞ്ചായത്തിലെ കണ്ണങ്കോട് അംഗൻവാടിയിലെ മതിലാണ് ഇങ്ങനെ തകർന്നു കിടക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ തത്സമയം എത്തിക്കുന്നത്. സുരേന്ദ്രൻ അറിയാനോ, ഇവിടുന്ന് ഞാൻ കട്ട കെട്ടി തിരിച്ചുകൊണ്ട് ഞാൻ എന്റെ കൈ കൊണ്ട്, എന്നിട്ട് ഇവിടുന്ന് ഇത് വലിയ വെള്ളം വന്ന് ഇതിനെ കൂടെ ആ പറഞ്ഞാൽ അപ്പുറത്തിന് അവിടെ അതിനെ കൂടാണ് പോകും. മഴ വരുമ്പോ ഇവിടുന്ന് വരുന്ന വെള്ളം ഉണ്ട്. നമ്മളേതും പിടിക്കല്ലേ, ഇല്ല അഴിമതിയാകും കൂട്ടെ അവിടെ വയ്ക്കുന്നത് ഭിത്തിരെ ഓടി വയ്ക്കുന്നല്ലോ. ഈ വശങ്ങളിലൂടെ ഒന്നും ഇതിൻ്റെ ഈ ഭാഗമെല്ലാം ഇളകിയിരിക്കുകയാണ്. അടുത്തൊരു മഴ കൂടി പെയ്യുമ്പോൾ പൂർണ്ണമായും ഈ മതിൽ മറ്റേ ആ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിലേക്ക് വീഴും എന്നുള്ള കാര്യത്തിൽക്കല്ല. കാരണം ഈ ടൈൽ പാകിയത് അശാസ്ത്രീയമെന്നാണ് ഇപ്പോൾ ഇതിൻ്റെ ഇവിടെ നിൽക്കുന്ന പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും വലിയൊരു ദുരന്തം ഒഴിവായി എന്നുള്ളതാണ് ഏറെ ആശ്വാസകരം. നമുക്ക് വാർഡ് മെമ്പറോട് ചോദിക്കാം. വാർഡ് മെമ്പർ എന്താണ് സംഭവിച്ചത്? ഇതിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? എന്നാലും
ഇതിന്റെ ഭിത്തി ഇടിഞ്ഞ് അത് ആ വെള്ളം തങ്ങി നിന്നാണ് താഴോട്ട് ഇറങ്ങി അത് എല്ലാം ഇടിഞ്ഞു പോയത്. ഇനിയിപ്പോൾ ഇതിന്റെ അധികാരികൾ വന്ന് നോക്കട്ടെ. അപ്പോൾ ഞാൻ ഒരു ചോദ്യം എന്ന് പറയുന്നത്, ഇത് ഈ ടൈൽ പാകിയത് ആണോ അതിന് ഈ അപകടത്തിന് കാരണമെന്നാണ് പറയുന്നത്? അല്ല, ഞാൻ അങ്ങനെ പറയുന്നില്ല. ടൈൽ വാങ്ങിയതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇത് സ്ലോപ്പ് ഇട്ട് ചെയ്തിരുന്നെങ്കിൽ അതുവഴി വെള്ളം, കാരണം ഇതുവഴി സ്ലോപ്പ് ഇല്ല കേട്ടോ, നിരപ്പായിട്ട് തന്നെ ഇട്ടേക്കുക. അപ്പോൾ വെള്ളം ഒഴുകി അങ്ങോട്ട് പോയാലും പറ്റും, അവിടെ ഓവുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഇവിടെ തങ്ങി നിന്നായിരിക്കും ഇത് ഇടിഞ്ഞു പോയെന്നുള്ളത്. പാറപ്പുറത്തുള്ളതാണ്. ആ പാറപ്പുറത്തുള്ള ഈ അംഗൻവാടിയിൽ അടിഭാഗം അത്ര കട്ടിയാവുന്നില്ല കേട്ടോ, കട്ടിയിട്ടില്ല. ഇതാണ്ട് ഈ ഒരു കോൺക്രീറ്റിന്റെ ബലത്തിൽ നിൽക്കുകയാണ് ഈ ഒരു തിട്ടപ്പുറത്ത്. അല്ല, ഇതിന്റെ ബാക്കിയുള്ള വശങ്ങളും ഏകദേശം അങ്ങോട്ട് ഇത് കുലുങ്ങി നിൽക്കുകയാണ്. അടുത്ത മഴ സമയത്തോടു കൂടി ആ ഒരു വീഴാൻ സാധ്യതയുണ്ട് എന്നാണ് നമ്മുടെ കാഴ്ചയ്ക്ക് നമുക്ക് ബോധ്യപ്പെടുന്നത്. അപ്പൊ ഇതിനെന്താണ് പരിഹാരം? ഇത് പ്രസിഡന്റും എയും കൂടെ കുറച്ച് കഴിഞ്ഞ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഇടിച്ച് കളയാൻ നമ്മൾ അന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കൂടി ഇടിഞ്ഞ് വീഴും. ആ വീടിന് ഭീഷണിയാണ്. അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അവർ വന്ന് കണ്ടിട്ട് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കും. എന്തായാലും പകൽ സമയമല്ലായിരുന്നു, രാത്രിയിലായിരുന്നു. അതുകൊണ്ട് പുറത്തൊന്നും ആരും നിന്നില്ല. മാത്രമല്ല അംഗൻവാടിയിൽ കുട്ടികളില്ലായിരുന്നു. അപ്പോൾ ഒരുപക്ഷെ ഈ കുട്ടികൾ ഈ സൈഡിലെങ്ങനെ വന്ന് നിന്ന് കളിക്കുന്ന സമയത്തായിരുന്നു ഇത് സംഭവിച്ചിരുന്നെങ്കിൽ വലിയൊരു അപകടം പ്രതീക്ഷിക്കാൻ പറ്റും. തീർച്ചയായിട്ടും സംഭവിച്ചാലും. ഏതായാലും ഈ ടൈല് പാകിയിരിക്കുന്നത് അശാസ്ത്രീയമായി തന്നെ എന്ന് നമുക്ക് ഇതിൻ്റെ കാഴ്ച ഇതിൽ മനസ്സിലാവും. കാരണം ഇത് ഈ തറയോടല്ല, ഈ ടൈലല്ല, തറയോട്, ഇത് വീതിയുള്ള തറയോട് പാകിയിരുന്നെങ്കിൽ കുറച്ചുകൂടി, പിന്നെ അതുപോലെ തന്നെ ഇതിന് ചരിവും വെച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത് നിൽക്കുമായിരുന്നു. ഇപ്പോൾ വാർഡ് മെമ്പർ ശ്രീമതി മഞ്ജു മറിയപ്പള്ളിയാണ് നമ്മളോട് പ്രതികരിച്ചത്. ഈ ലൈറ്റ്, ഇതിന്റെ ലൈറ്റ് തന്നെ ഇങ്ങനെ ഇളകി വീണിട്ടുണ്ടല്ലോ ചേച്ചി, അതെങ്ങനെയാണ് സംഭവിച്ചത്? ഒരു നുമ്മര ചെയ്ത ചേച്ചിയായിരുന്നല്ലോ അത് ഒരു കാലഘട്ടത്തിൽ അംഗൻവാടിയുടെ. ഒരു കാലഘട്ടത്തിലല്ല, ഞാൻ 1981 മുതൽ 2024 വരെ ഈ അംഗൻവാടിയിലെ ടീച്ചറുമായിരുന്നു, ഈ അംഗൻവാടിയിലെ രക്ഷാധികാരിയായിരുന്നു. ഒരു പോറൽ പോലും ഒരു ഓടിട്ട കെട്ടിടത്തില് ഏകദേശം ഒരു 15-20 വർഷത്തോളം ഒരു ഓടിട്ട തറ അടിസ്ഥാനം പോലും ഇല്ലാത്ത ഒരു കെട്ടിടത്തിനകത്ത് പ്രവർത്തിച്ചിരുന്നത്. അന്ന് നമ്മൾ കൈയും കാലം കൊണ്ട് വെള്ളം വരുന്നതിന് 4 വർഷം തോണ്ടി വിട്ടുമൊക്കെയാണ് വിട്ടിരുന്നത്. ഇപ്പൊ ഈ ഒരു വർഷം ആയതേ ഉള്ളൂ ഈ തറയോട് പാകിയത്. ഈ തറയോട് പാകിയപ്പം ഇവിടെ വരുന്ന വെള്ളം കംപ്ലീറ്റ് വെളിയിലേക്ക് പോകുന്ന രീതിയിൽ വേണമായിരുന്നു അവർ തറയോട് പാകാൻ. അശാസ്ത്രീയമായ രീതിയിലുള്ള തറയോട് പാകിയതാണ് ഈ ഒരു അപകടത്തിന് കാരണം, അല്ലാതെ വേറെ ഒന്നുമല്ല. എന്തായാലും തറയോട് പാകിയതിലെ അശാസ്ത്രീയത ഉണ്ടെന്ന് നമുക്ക് വിശദീകരിക്കാം. പക്ഷേ ഇന്നലത്തെ കൃത്യമായി വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അത് ഇതിന് അടിയന്തരമായ ഇതിന്റെ ഇവിടെ തറയിൽ വീഴുന്ന വെള്ളവും ഇതിന്റെ പാരപ്പറ്റിൽ വീഴുന്ന വെള്ളവും കംപ്ലീറ്റ് ഒരു സൈഡിൽ താങ്ങി നിന്നിട്ടാണ് ഇതില് പാരപ്പറ്റിലെ വെള്ളം ഒഴുകിപ്പോകാൻ മാർഗമില്ല, അതവിടെ കെട്ടിക്കിടക്കുകയാണ്. അത് 3-4 വർഷത്തിന് മുമ്പേ ഉൾപ്പെടെ ഉള്ളവർ വന്ന് എസ്റ്റിമേറ്റ് എടുത്ത് ഈ സ്റ്റെയർ വരെ മറയുന്ന രീതിയിൽ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് പോയതാണ് നമ്മുടെ പരാതി പ്രകാരം. പക്ഷേ വരുന്ന കാലങ്ങളിൽ ഫണ്ടിന്റെ കുറവ് കാരണം നമുക്കത് അടുത്ത വർഷം ചെയ്യാനേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു പോയതാണ്. അതിന് പ്രകാരമാണ് ഈ തറയോട് പാകുന്ന ഒരു ഇത് കൊണ്ടുവന്നത്. അതും പകുതിയാണ് ചെയ്തിരുന്നത്. ഇപ്പൊ കഴിഞ്ഞ കാലങ്ങളിലാണ് ബാക്കിയും കൂടെ ചെയ്ത് ഈ രീതിയിലാണ്. എന്തായാലും ആ ഇടിഞ്ഞതിന്റെ അപ്പുറം ഭാഗത്തേക്ക് വീണ്ടും ഈ മതിൽ ഇടിയാൻ സാധ്യത. അത് മാത്രമല്ല, പാരപ്പറ്റിൽ വെള്ളം കെട്ടി നിന്നിട്ട് ഭിത്തിയിലോട്ട് ഈർപ്പം പിടിക്കുന്നുണ്ട്. അതിന്റെ മുകളിൽ റൂഫ് ഇട്ടില്ലെങ്കിൽ ഈ കെട്ടിടത്തിനും ഇത്രയും ഭംഗിയായിട്ട് നിർമ്മിച്ച ഒരു കെട്ടിടത്തിനും ബലക്ഷയം സംഭവിക്കും. ഇവിടെ വരുന്ന കുഞ്ഞുങ്ങൾക്കും അത് ആപത്താവും. അതെ, ഇത് രാത്രി ആയതുകൊണ്ടാണ് ഇത് സംഭവം, ഇത് അപകടം. അല്ലെങ്കിൽ കൊച്ചുകുട്ടികൾ ഒരുപക്ഷെ ഇതിന്റെ മുറ്റത്ത് നിന്ന് ഇന്നിപ്പോ ക്ലാസ് ഉണ്ടാവുമോ? അതെ, ഇവിടുത്തെ സമീപവാസികൾ പറയുന്നത് ഇതിലൊരു പരിഹാരം കാണാതെ തുടർന്ന് ക്ലാസ് നടത്തണ്ട എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഇതിൽ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അധികാരികൾ ഇടപെട്ട് ഇത് അടിയന്തരമായി പ്രശ്നത്തിനൊരു പരിഹാരം കണ്ടെത്തണം എന്നാണ് സാക്ഷി ടിവിക്ക് പറയാനുള്ളത്. ഏതായാലും ഒരു വലിയ ദുരന്തം ഒഴിവായി എന്ന് തന്നെ വേണം പറയാൻ. കാരണം ഒരുപക്ഷെ പകൽ സമയമായിരുന്നുവെങ്കിൽ തൊട്ടപ്പുറത്തെ സമീപവാസികളിൽ അവരാരെങ്കിലുമൊക്കെ പുറത്തിറങ്ങി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നുവെങ്കിൽ ഈ പാറക്കഷ്ണങ്ങൾ വീണ് അപകടം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. പക്ഷേ രാത്രി ആയതുകൊണ്ട് തന്നെ പുറത്തും ആരുമില്ലായിരുന്നു. അംഗൻവാടിയിൽ കുട്ടികളും ഇല്ലായിരുന്നു എന്നുള്ളതാണ്. കാരണം രാത്രി സമയമായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ആ സൈഡിലൊക്കെ നിന്ന് കുട്ടികൾ കളിക്കാൻ സാധ്യതയുണ്ട്. കാരണം തണലുള്ള ഒരു പ്രദേശമാണ് ചുറ്റും, അതിൻ്റെ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട്
പുറത്ത് നിൽക്കുന്ന നല്ല തണലുള്ള ഒരു സ്ഥലത്താണ് ഈ അംഗൻവാടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുട്ടികൾ പുറത്തൊക്കെ നിൽക്കുക സ്വാഭാവികമാകാം. ഒരിക്കൽ കൂടി ഞാൻ ആ പ്രേക്ഷകർക്കായി ഇടിഞ്ഞ തൊട്ടിപ്പുറത്തിരിക്കുന്ന വീട് ഇതാണ്. ഇവിടെ ഇപ്പോൾ പകലും ആൾ കാണുന്നില്ല. ഈ വീടിൻ്റെ സൈഡിലേക്കാണ് ഭിത്തിയുടെ സൈഡിലേക്കാണ് ഇത് ഇടിഞ്ഞ് വീഴുന്നത്. അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ ബാക്കിയുള്ള ഭാഗം കൂടി പൂർണ്ണമായും ഈ മതിൽ പൂർണ്ണമായും ഇടിയും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾക്കൊരു ശുഭം നേർന്നുകൊണ്ട് ഈ സംപ്രേഷണം ഇവിടെ പൂർണ്ണമാക്കുന്നു. നന്ദി, നമസ്കാരം.